പ്രവൃത്തിയും ശക്തിയും, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഈ ഭാഗങ്ങളാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ SCERT ബുക്കിൻ്റെ ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഈ സിലബസ് കവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCക്ക് ചോദിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗം സുതാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള വസ്തുക്കളുണ്ട്. അതിൽ ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്നു. എന്നാൽ ചില വസ്തുക്കളാവട്ടെ പ്രകാശത്തെ ഭാഗികമായി മാത്രമാണ് കടത്തിവിടുന്നത്. എന്നാൽ മറ്റു ചില വസ്തുക്കൾ പ്രകാശത്തെ ഒട്ടും തന്നെ കടത്തിവിടുന്നില്ല. അപ്പോൾ വസ്തുക്കൾ അതിലൂടെ പ്രകാശം കടത്തിവിടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കി വസ്തുക്കളെ മൂന്നായി തരംതിരിക്കാം. അതാണ് സുതാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ. എന്താണ്? പ്രകാശം കടത്തിവിടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് വസ്തുക്കളെ മൂന്നായിട്ട് തരംതിരിക്കാം. സുതാര്യ വസ്തുക്കൾ, അധാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ. എന്താണ് സുതാര്യ വസ്തുക്കൾ? സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ടേം മാത്രം അറിയുന്നവർ അതിൻ്റെ മലയാളം ടേംസും കൂടി നോക്കി വയ്ക്കുക. PSC മലയാളം ടേംസിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ സുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന വസ്തുക്കളാണ്. പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. എക്സാമ്പിളാണ് ചില്ല്, ശുദ്ധജലം, വായു തുടങ്ങിയവ. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാം. ഒരു വസ്തുവിലേക്ക് നമ്മൾ ടോർച്ച് അടിക്കുകയാണ്. അപ്പോൾ ടോർച്ച് അടിക്കുമ്പോൾ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ആ വസ്തു പൂർണ്ണമായിട്ടും അപ്പുറത്തേക്ക് കടത്തിവിടുന്നു. ഇവിടെ ടോർച്ച് അടിക്കുകയാണ്. അപ്പോൾ ആ ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ആ വസ്തു, നടുവിലൊരു വസ്തു വെച്ചിട്ടുണ്ട്, ആ വസ്തു പൂർണ്ണമായിട്ടും അപ്പുറത്തേക്ക് കടത്തിവിടുന്നു. ഇത്തരത്തിലുള്ള വസ്തുക്കളാണ്, അതായത് പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത്? ചില്ല്, ശുദ്ധജലം, വായു തുടങ്ങിയവ. ഇതിനെയാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയാം. ഓക്കെ, ഇനി ചില വസ്തുക്കളാവട്ടെ പ്രകാശത്തെ ഭാഗികമായിട്ട് മാത്രമേ കടത്തിവിടുന്നുള്ളൂ. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിൽ ഒരു വസ്തുവിലേക്ക് ടോർച്ച് അടിക്കുന്നു. ആ സമയത്ത് ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ വസ്തുവിലൂടെ കടന്നു പോകുന്നുള്ളൂ. ഇങ്ങനെ പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയാം. എന്താണ്? പ്രകാശത്തെ ഭാഗമായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അർദ്ധധാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് നമ്മൾ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബട്ടർ പേപ്പർ, പിന്നെ അതുപോലെ തന്നെ ചില പ്ലാസ്റ്റിക്കുകൾ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അധാര്യ വസ്തുക്കളാണ്. എന്താണ് അധാര്യ വസ്തുക്കൾ അഥവാ ഒപ്പാക് ഒബ്ജക്ട്സ്? പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു വസ്തു വെച്ചിട്ടുണ്ട്, അതിലേക്ക് ടോർച്ച് അടിക്കുന്നു. അപ്പോൾ പ്രകാശം ഒന്നും തന്നെ അപ്പുറത്തേക്ക് എത്തുന്നില്ല, അതായത് ആ വസ്തു പ്രകാശത്തെ കടത്തിവിടുന്നില്ല. ഇത്തരം വസ്തുക്കളെയാണ് അധാര്യ വസ്തുക്കൾ എന്ന് പറയാം. എക്സാമ്പിളാണ് ഇഷ്ടിക, കാർഡ്ബോർഡ് തുടങ്ങിയവ. ഓർത്തിരിക്കുക, എക്സാമ്പിൾ ഇഷ്ടിക, കാർഡ്ബോർഡ്, ഇതൊന്നും തന്നെ പ്രകാശത്തെ കടത്തിവിടുന്നില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവുമാണ്. അത് നമുക്ക് നോക്കാം. സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ്. എന്താണ് സൂര്യഗ്രഹണം? ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാം. സൂര്യനും ഭൂമിക്കും നടുവിലായി ചന്ദ്രൻ വരുന്നു. ഇങ്ങനെ സൂര്യനും ഭൂമിക്കും നടുവിലായിട്ട് ചന്ദ്രൻ വരുന്ന സമയത്ത് ചന്ദ്രൻ്റെ നിഴല് ഭൂമിയിൽ പതിയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഭൂമിയുടെ ഇവിടെ ബ്ലാക്ക് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. അത് ചന്ദ്രൻ്റെ നിഴലാണ്. ഇങ്ങനെ നിഴൽ വരുന്ന ഈ പ്രദേശത്ത് നിന്നും നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഒന്നുകൂടി പറയാം, സൂര്യനും ഭൂമിക്കും നടുവിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രൻ്റെ നിഴല് ഭൂമിയിൽ പതിക്കുന്നു. ഈ നിഴൽ വന്ന പ്രദേശത്ത് നിന്നും നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ സൂര്യനെ കാണാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയ്ക്കാണ് സൂര്യഗ്രഹണം എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാണ്, സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം. ഓക്കെ,
ഇനി ചന്ദ്രഗ്രഹണം എന്താന്ന് നോക്കാം. ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ്. ഇവിടെ നോക്കൂ, സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വരുന്നു. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വരുന്നു. അപ്പോൾ എന്തു സംഭവിക്കും? ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ ഇരിക്കുന്നത്. ഓക്കെ, സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ഈ സമയത്താണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്. ഇങ്ങനെ ഈ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ. അതുകൊണ്ട് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. ഇതിനെയാണ് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് എന്ന് പറയാം. അപ്പോൾ ഈ പൊസിഷൻ ഓർമ്മിക്കണം. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വന്നു. എന്നാൽ സൂര്യഗ്രഹണം ആണെങ്കിൽ സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വന്നു. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.